ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ സത്യം മനസ്സിലാക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. ബാലചന്ദ്രൻ്റെ 3 മക്കളിലെ ഏറെ ഇഷ്ടം കൃഷ്ണയാണ്. കാരണം കുറച്ച് നല്ല പെരുമാറ്റവും കുറച്ച് ക്ഷമയും ഒക്കെ ഉള്ള, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയാണ് കൃഷ്ണ. അപ്പോൾ കൃഷ്ണയോട് ബാലചന്ദ്രന് കുറച്ച് വാത്സല്യം കൂടുതലാണ്. നേരെ നേരെ തിരിച്ച് കൃഷ്ണയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. കൃഷ്ണയ്ക്ക് ഏറ്റവും ഇഷ്ടം ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രനെ ഇപ്പോൾ കെയർ ചെയ്യുന്നതും ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അല്ലെങ്കിൽ ബാലചന്ദ്രനോട് കുറച്ച് അടുപ്പം കാണിക്കുന്നതും ഒക്കെ കൃഷ്ണയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി അലീനോട് പോവാൻ പറയും. മുത്തശ്ശി അടക്കം അലീനോട് പോവാൻ പറയുന്നുണ്ട് കേട്ടോ. 3 പേരും, മക്കളും 3 പേരൊക്കെ പറയുന്നുണ്ട്. കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിന് മെയിൻ കാരണം അലീന ആവുമ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ആ വഴക്ക് തീരുമെന്നുണ്ടെങ്കിൽ അലീന പോകുമല്ലേ നല്ലതെന്ന് തീരുമാനിക്കുന്നുണ്ട്. പോവാൻ തയ്യാറായിട്ട് തന്നെയാണ് അലീന നിൽക്കുന്നത്. പക്ഷെ ബാലചന്ദ്രനാണ് അലീനേനെ പോവാൻ സമ്മതിക്കാത്തത്. അപ്പം അതിൻ്റെ കാരണം ഇവർ ചോദിക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണയും കൂടി ചോദിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവരോട് അതൊന്നും പറയാൻ തയ്യാറല്ല. അതൊന്നും അവരറിയേണ്ട ആവശ്യമില്ല, അവരന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാട്ടോ. അലീനയെ ഞാൻ ഈ വീട്ടിൽ നിർത്തുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണ്. എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുമാണ് അലീനയെ നിർത്തുന്നത്. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഞാനാണ്, അല്ലാതെ വൈജയല്ല, നിങ്ങളുടെ അമ്മയല്ല. ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഞാനായിരിക്കും. അവൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാമെന്ന് മാത്രം, അല്ലാതെ ഈ വീട്ടിലെ കാര്യങ്ങളിലോ എൻ്റെ കാര്യങ്ങളിലോ ഇടപെടാൻ അവൾ വരേണ്ട ആവശ്യമില്ല. എൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അലീനേനെയാണ് നിയമിച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി അലീന നോക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ബാലചന്ദ്രൻ എത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അലീനേനെ നിങ്ങൾ പറഞ്ഞയക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു വീടെടുക്കുകയോ വേറൊരു ഫ്ലാറ്റ് എടുക്കുകയോ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ഹോം നേഴ്സായിട്ടും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും അലീനയെ ഞാൻ നിയമിക്കുകയും ചെയ്യും. എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പിന്നീട് അവൾ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ മാറി താമസിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ അത് ഇവർക്ക് നല്ല വിഷമാവുകയാണ് ചെയ്യാട്ടോ. അങ്ങനെ ബബിത ഇറങ്ങിപ്പോരുന്നുണ്ട്, കൃഷ്ണ ഇറങ്ങിപ്പോരുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അലീനയോട് പറഞ്ഞിട്ടും കാര്യമില്ല, അച്ഛനോട് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അമ്മയുടെ ഭാഗത്തും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അമ്മേനെ നമുക്ക് എല്ലാവരും കൂടി അമ്മേനെ കുറ്റപ്പെടുത്തുമ്പോൾ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണയും അത് അംഗീകരിക്കുന്നുണ്ട്. അച്ഛൻ ഒരുപാട് റൂഡായിട്ടാണ് ഇപ്പം അമ്മയോട് പെരുമാറുന്നത്. അമ്മ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും അച്ഛനൊക്കെ അമ്മയുടെ താളത്തിന് നിന്ന് കൊടുത്തിട്ട് ഇപ്പം പെട്ടെന്ന് അമ്മേനെ ഇങ്ങനെ അവഗണിക്കുകയും അപമാനിക്കുകയും മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൃഷ്ണയ്ക്കും അത് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരും ഇല്ലാത്തൊരു സമയത്ത് കൃഷ്ണ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് പോയിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അച്ഛനോട്, ഒന്നുകൂടി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൃഷ്ണയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഒന്നാമത് ഗംഗാധരൻ അങ്കിള് പറഞ്ഞതും നിന്റെ വൈജിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃഷ്ണ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആലോചിക്കുമ്പോഴാണ് കൃഷ്ണ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അച്ഛനോട് ഒന്നും കൂടി സംസാരിച്ച് നോക്കാം, അച്ഛൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അച്ഛൻ എന്നോട് പറയുകയാണെന്ന് അത് അറിയുകയാണെന്ന് പിന്നെ എനിക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാലോ എന്നുള്ള തീരുമാനത്തിലാണ് കൃഷ്ണ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ ഗംഗാധരൻ പറയുന്നുണ്ട്, ആഗ്രയിൽ നിന്റെ കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മക്കൾ പോലും നിന്നെ ഉപേക്ഷിക്കും, അവഗണിക്കുന്നു പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണയ്ക്കും പോകുമ്പോൾ ഇവർ ക്യാഷ് കൊടുത്തപ്പോൾ അലീനയ്ക്കും കൊടുക്കുന്നുണ്ട്. അലീനേനെയും ഇവിടുത്തെ ഒരു അംഗമായിട്ടാണ് ബാലചന്ദ്രൻ്റെയും വൈജയുടെയും മൂത്ത മകളുടെ സ്ഥാനത്താണ് അലീനേനെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പല കാര്യത്തിലും കൃഷ്ണയ്ക്ക് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്. കാരണം അലീനേനെ അത്രയും കൂടുതൽ പരിഗണിക്കുകയും സ്നേഹിക്കുകയും കുടുംബത്തിലൊരു അംഗം പോലെ തന്നെ പലരുടെയും പെരുമാറ്റത്തിൽ നിന്നൊക്കെ കൃഷ്ണയ്ക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണ അങ്ങനെ ബബിത കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം അച്ഛൻ എന്നോടൊന്നും തുറന്നു പറയാത്തത് എന്നുള്ളൊരു വിശ്വാസത്തിൽ കൃഷ്ണമോൾ വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്നോട് സത്യം പറയാൻ പറ്റിച്ച് സത്യം പറയണം, അലീന ചേച്ചീനെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്, അലീന ചേച്ചീനെ ഇത്ര പരിഗണിക്കാനൊക്കെ എന്താ ഇപ്പോൾ കാരണം, അച്ഛന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വരണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ച എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്, അത് അച്ഛൻ എന്നോട് തുറന്നു പറയണം, ഞാൻ ആരോടും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ അച്ഛനോട് വെറുപ്പ് ദേഷ്യവും ഒക്കെ കാണിച്ചിട്ടുണ്ട്, അച്ഛനെ ഭരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമില്ല എന്ന് മാത്രം അച്ഛൻ വിചാരിക്കേണ്ട. എന്തിനാ അമ്മേനെ ഇങ്ങനെ അച്ഛൻ അവഗണിക്കുന്നത്? ഇതിലിപ്പോൾ ആരുടെ ഭാഗത്ത് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണോ, അലീന ചേച്ചിയുടെ ഭാഗത്ത് നിൽക്കണോ, അതോ അമ്മയുടെ ഭാഗത്ത് നിൽക്കണോ, ആരുടെ ഭാഗത്ത് നിൽക്കണം എന്ന് ഒരു
ഐഡിയയും എനിക്കില്ല. ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് എനിക്ക് അറിയണില്ല. അതിനെനിക്ക് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. അമ്മയാണോ തെറ്റുകാരി, അച്ഛനാണോ തെറ്റുകാരൻ, എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ കൃഷ്ണയുടെ അങ്ങനെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ ഒന്നും അറിയാതെ ആരുടെ സ്ഥാനത്ത് നിൽക്കണം, ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരു വീട്ടിൽ വഴക്കുകളും വക്കാണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് അറിയാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരിക്കുന്നത് ബാലചന്ദ്രന് മനസ്സിലാവാണ് കേട്ടോ. കാരണം അത്രയും നിഷ്കളങ്കയായ പെൺകുട്ടിയാണ് കൃഷ്ണ. കൃഷ്ണ അത് ആരോടും പറയില്ല എന്നും കൃഷ്ണ നല്ല രീതിയിൽ ചിന്തിച്ച് എന്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതും മറുപടി കൊടുക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കൃഷ്ണ അതിനെ നല്ല രീതിയിൽ എടുക്കുമെന്ന് ബാലചന്ദ്രൻ അറിയായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഈ വീട്ടിലെ തന്നെ ഒരു അംഗമായിട്ട് നിങ്ങൾ അലീനയെ കാണണം. അലീന നിന്റെ അമ്മയുടെ മകളാണെന്ന് പറയണം കേട്ടോ. ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ്, എന്താണെന്നും എന്നോട് കൂടുതൽ ചോദിക്കരുത്. അതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ എല്ലാവരോടും പറയും. ഇപ്പം എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അലീനയെ നീ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കാണണം. നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ നീ അവളെ കാണണം. അതിനുള്ള യോഗ്യതയൊക്കെ അവൾക്കുണ്ട്. നിന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നേ നിന്റെ അമ്മയ്ക്ക് ജനിച്ച മകളാണ് അവള്. ആ സത്യം അറിഞ്ഞതിൽ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എനിക്കിനി നിന്റെ അമ്മേനെ പഴയ പോലെ സ്നേഹിക്കാനോ ഭാര്യയായി കാണാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വൈജയനെ അങ്ങനെ കാണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി അങ്ങനെ കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ എനിക്കൊരു സമയം വേണം. അതിനാണ് ഞാനായിട്ട് തന്നെ ഇങ്ങോട്ട് മാറി താമസിച്ചതും എല്ലാവരുടെ ഒരു അകലം പാലിച്ചതും. പിന്നെ അലീനേനെ ഇവള് പറയുന്ന പോലെ പുറത്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ അറിഞ്ഞപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണ താഴത്തേക്ക് വരുന്നുണ്ട്. താഴത്തേക്ക് വന്ന് അലീന കിച്ചണിൽ വർക്ക് ചെയ്യുന്ന അലീനേനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ചേച്ചിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടായിരിക്കും, എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പത്തെ അമ്മേനെ മാത്രം ആലോചിച്ച് അപ്പത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞതാണ്. എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. ചേച്ചി എവിടേക്കും പോകണ്ട. അച്ഛനെ നോക്കാൻ ചേച്ചീനെ അല്ല അച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ആരോഗ്യമാണ് എനിക്കിപ്പോൾ മുഖ്യം. ചേച്ചി ഇവിടെ തന്നെ നിൽക്കണം. നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണ എന്ത് പറ്റി കൃഷ്ണയ്ക്ക് എന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ കൃഷ്ണ തിരിച്ചു പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന സ്വന്തം ചേച്ചിയാണുള്ളത് കൃഷ്ണ മനസ്സിലാക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. പക്ഷെ കൃഷ്ണ അത് ആരോടും പറയില്ല കേട്ടോ. അച്ഛന് കൊടുത്ത വാക്കാണ്, ആരോടും പറയില്ലെന്ന്. അത് അറിഞ്ഞ ഭാവം പോലും കൃഷ്ണ നടിക്കുന്നില്ല കേട്ടോ. പക്ഷെ അലീനയോട് കൃഷ്ണയ്ക്ക് ആദ്യം തന്നെ ഒരു ചേച്ചിയോടുള്ള വാത്സല്യം ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി കൂടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്